പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം നമ്മ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു: യെരുശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായി നിന്നോട് കരുണ തോന്നും. അവൻ കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമള്ളും. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ യെരൂശലേം നിവാസികളായുള്ള വ്യക്തികൾ ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്നു. അവരുടെ സഹായത്തിനായി ദൈവത്തോട് ഹല്ലേലൂയ കരയുകയാണ്. അവർ നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ നിലവിളി എന്തിനാണ്? അവരുടെ ജീവിതത്തിലെ ദൈവിക വിടുതലുകൾക്ക്. നമുക്ക് കാണുവാൻ കഴിയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ ഈ യെരൂശലേം നിവാസികൾ അടിമത്തത്തിന്റെ അവസ്ഥയിലാണ്. അവരെ അശൂര് ഹല്ലേലൂയ പ്രവാസത്തിലേക്ക് അശൂര്യൻ ജനത ഈ ഇസ്രായേൽ ജനതയെ പിടിച്ചുകൊണ്ട് അവരെ അടിമകളാക്കി. എന്നാൽ ഈ അടിമകളാക്കുകമെന്ന് വെച്ചാൽ നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകുമെന്ന് യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ഹല്ലേലൂയ ഈ യെരൂശലേം നിവാസികൾക്ക് എന്ത് ചെയ്തു? മുന്നറിയിപ്പ് നൽകി. എന്നാൽ യഹൂദയെ ദൈവം, അതായത് ഈ ജനത്തെ ദൈവം രക്ഷിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. പക്ഷെ എന്നാൽ ഈ ജനം ദൈവത്തിന്റെ ഹല്ലേലൂയ വാക്കിൽ വിശ്വസിക്കാതെ ഈജിപ്തിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് ഇവര് മിസ്രൈമുമായിട്ട് ഇവര് ചേർന്ന് ഹല്ലേലൂയ ഈ അശൂർ ജനത പ്രവാസത്തിലേക്ക് കൊണ്ടുവന്നവരെ അവർക്കെതിരായിട്ട് യുദ്ധം ചെയ്യേണ്ടതിന് മറ്റൊരു ജനതയെ എന്ത് ചെയ്തു? കൂട്ടുപിടിച്ചു. എന്നാൽ ഈ കൂട്ടുപിടിച്ചപ്പം ഇത് അവര് ദൈവത്തിനുള്ള അവരുടെ ദൈവം വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തത്തിന് അവർ അവിശ്വസിച്ച് എന്ത് ചെയ്തു? ജനത്തിന് അല്ലെങ്കിൽ ജഡത്തിൽ അവരെന്നെ ആശ്രയിച്ചു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 30-ാം അധ്യായം 1 പറയുന്നത് ശാഠ്യമുള്ള ഹല്ലേലൂയ കുട്ടികൾക്ക് അയ്യോ കഷ്ടം. ദൈവത്തിന്റെ പദ്ധതികളെ ദൈവം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെതല്ലാത്ത പദ്ധതികളിൽ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതിലേക്ക് പോവുകയും ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കാതെ ഹല്ലേലൂയ മാനസാന്തരത്തിൽ അല്ലെങ്കിൽ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള അവർക്ക് ഇഷ്ടമില്ലാതിരുന്നു അവരെന്ത് ചെയ്തു? ഹല്ലേലൂയ അവർ മറ്റൊരു ജനതയെ അവരെന്ത് ചെയ്തു? ആശ്രയിച്ചു. എന്നാൽ ദൈവത്തിന്റെ ശക്തിയെക്കാളും ദൈവിക ഹല്ലേലൂയ ബലത്തെക്കാളും അവരെന്ത് ചെയ്തു? ജഡത്തിലേക്ക് ആശ്രയിച്ചു. മാനുഷിക ശക്തികൾ ദൈവം എന്ത് ചെയ്യുന്നില്ല. എൻ്റെ ജനം എന്നെ ആരാധിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നിലും ആശ്രയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് അത് ഇഷ്ടമല്ല. പക്ഷേ ഹല്ലേലൂയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഹല്ലേലൂയ ഇവരെ അശൂര് പിടിച്ചുകൊണ്ട് പോകുമെന്ന് അവരുടെ ഹൃദയ ഭയം തോന്നിയപ്പോൾ അവര് കാണുന്നതിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ. അവർ ദൈവത്തിന്റെ ശക്തിയെ മറന്നു. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് മറന്നു. ഹല്ലേലൂയ. നമുക്കറിയാം ഈ 30-ാം അധ്യായം ഹിസ്കിയാ രാജാവിന്റെ കാലത്താണ് ഹല്ലേലൂയ ഈ യെശയ്യാ 30 അധ്യായമൊക്കെ എഴുതുന്നത്. നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രവാചകനായ യെശയ്യാവ് ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യനെ ആശ്രയിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു അധ്യായമാണ് ഈ 30-ാം അധ്യായം. നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ 30-ന്റെ നാം വായിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഈ സഹായത്തിനായി ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന അടിക്കുറിപ്പോടെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവ കർത്തൃപ്രകാരം അരുളി ചെയ്യുന്നു: മനം തിരിഞ്ഞ് നിങ്ങൾ അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് പറയുകയാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് മടങ്ങി വരാൻ മനസ്സില്ലാതെ ഇരുന്നാൽ എന്ത് ചെയ്തില്ല? നിങ്ങൾ രക്ഷപ്പെടത്തില്ല. ഹല്ലേലൂയ എന്ന് പറയുകയാണ് ഇവിടെ. ഹല്ലേലൂയ. നിങ്ങളുടെ കൃപ തോന്നാൻ ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? മനുഷ്യരിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ താമസിക്കുന്നു. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിക്കുവാൻ താമസിക്കുന്നു. ദൈവം നിങ്ങളോട് കരുണ കാണിക്കുവാൻ തക്കണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. നോക്കുക, യെരൂശലേം ജനം എന്ത് ചെയ്തു? ദൈവത്തെ മറന്ന് ഹല്ലേലൂയ
മിസ്രൈമിലെ ഈജിപ്തിലെ ഭരണാധികാരികളെയും അവരുടെ ആയുധ ബലങ്ങളെയും അവരെന്ത് ചെയ്തു? ആശ്രയിച്ചു. അതുകൊണ്ട് ദൈവം നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു. നോക്കുക, യവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. എന്നിട്ട് പറയും 19-ാം വാക്യത്തിൽ പറയുകയാണ്, യെരൂശലേം നിവാസികളായുള്ളവരെ, ഇനി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. അല്ലെ, നിങ്ങൾ നിലവിളിയെങ്കിൽ നിശ്ചയമായും ദൈവത്തിന് കരുണ തോന്നും. അത് അവൻ കേൾക്കുമ്പോൾ തന്നെ ഉത്തരമല്ല. നോക്കുക, ഇവിടെ തൻ്റെ ജനം മറ്റുള്ളവരെ ആശ്രയിച്ചു. അല്ലല്ല, അശ്ശൂര് പിടിച്ചുകൊണ്ട് പോകുമെന്നറിഞ്ഞ മിസ്രൈമിലുള്ള ജനത്തെ അല്ലെങ്കിൽ അവിടുത്തെ ആയുധങ്ങളെയും അവരുടെ ഭരണത്തിനൊക്കെ ആശ്രയിച്ചു. അവരുടെ കുതിരകളെയും അവരുടെ ഇതിലൊക്കെ അവർ ആശ്രയിച്ചെങ്കിലും എന്നിട്ടും എന്ത് ചെയ്യുക? അവർ കരഞ്ഞുകൊണ്ടിരിക്കുക. അതിലൊന്നും എന്ത് ചെയ്യും? അവർക്ക് രക്ഷയില്ല. അവർക്ക് അവിടുന്ന് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നില്ല. അന്നേരം ഇവിടെ പറയുകയാണ്, യെശയ്യാവ് ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഇനിയും കരയണ്ട നിവാസികളെ, സിയോ നിവാസികളെ. ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ. സിയോ നിവാസികളെ, ഹല്ലേലൂയ, നിങ്ങൾ ഇനി കരയണ്ട. ഹല്ലേലൂയ. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തെങ്കിൽ അവന് നിശ്ചയമായും കരുണ തോന്നും. അവനത് കേൾക്കുമ്പോൾ തന്നെ ഉത്തരം. ശരിയാണ്, നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ചു, പക്ഷെ എന്നാൽ നിങ്ങൾ കരയുന്ന, നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ ബലഹീനതകൾ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളം മാത്രം തന്നാലും നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കത്തില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നോക്കുക, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും തരും. ഹല്ലേലൂയ. നാം ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പനകളെ നാം മറന്നു പോയാൽ നാം കഷ്ടത്തിലൂടെ കടന്നു പോകും. ഹല്ലേലൂയ. കഷ്ടം നമ്മൾ എന്ത് ചെയ്യും? കഴിക്കുവാൻ. എന്ന് വെച്ചാൽ നമുക്ക് ഈ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമുക്ക് ആ ചില സമയങ്ങളിൽ നമ്മൾ ആഹാരം പോലും നമുക്ക് എന്ത് ചെയ്യും? കഴിക്കാൻ തോന്നും. അതുപോലെയുള്ള കഷ്ടങ്ങളുടെയും കഷ്ടം നമ്മുടെ ആഹാരം എന്ന് വെച്ചാൽ നമ്മൾ പുറമെയുള്ള ആഹാരം കഴിക്കാൻ നമ്മുടെ ഈ വിഷമം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കഴിക്കാൻ നമ്മൾ ഞെരുങ്ങി പോകുന്ന അവസ്ഥ. എന്ന ഞെരുക്കത്തിന്റെ വെള്ളം കഴിക്കാനോ കുടിക്കാനോ തോന്നാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. ഇനി എന്നൊരു കർത്താവ് പറയും, ഇവിടെ നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കത്തില്ല. ഹല്ലേലൂയ. നോക്കുക, നിങ്ങൾ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നു കൊള്ളുന്ന വാക്ക് കേൾക്കും. ഒക്കെ നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടമില്ലാതെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്തോ? ആ വഴി പോകരുത്. വഴി ഇതിലെ നടന്നുകൊള്ളുകയും, ഞാനാണ് സത്യം. അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുക, എന്നിൽ ആശ്രയിക്കുക. എന്നിലാണ് വിടുതലുള്ളത്, എന്നിൽ മാത്രമാണ് സൗഖ്യമുള്ളത്, എനിക്ക് മാത്രമാണ് വിടുവിക്കാൻ കഴിയുന്നത്. ദൈവം നമ്മൾ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ നാം എന്ത് ചെയ്യണം? അതൊക്കെ നമ്മളത് കേൾക്കും എന്നാണ് ഇവിടെ പറയുന്നത്. കേട്ടാൽ മാത്രം പോരാ, നാം അതനുസരിച്ച് നടക്കുകയും ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വരും വെളിപ്പെടുവാനാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരുണയ്ക്കായി നാം ഈ ദിവസങ്ങളിൽ വാഞ്ചിക്കുമെങ്കിൽ, ഈ തിരുവചന പ്രകാരം ദൈവം പറയുകയാണ്, നിങ്ങൾ ഇനി യെരൂശലേം നിവാസികളെ, പ്രിയ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇനി എന്ത് ചെയ്യുക? നിങ്ങൾ ഇനി കരയേണ്ട. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തെങ്കിൽ ഞാൻ നിശ്ചയമായും നിന്നോട് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ നിനക്ക് ഉത്തരമള്ളും. കർത്താവ് എന്ത് ചെയ്ത? നിങ്ങൾ കഷ്ടത്തിന്റെ വെള്ളവും കുടിച്ചാലും, അല്ലെങ്കിൽ അപ്പം തിന്നാലും, കഞ്ഞിരുക്കത്തിന്റെ വെള്ളം കുടിച്ചാലും ഹല്ലേലൂയ നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കത്തില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിന്റെ കണ്ണ്, നമ്മുടെ ആത്മക്കണ്ണ് ക്രിസ്തുവുമായുള്ള ബന്ധം, നമ്മുടെ ജഡം അല്ലെങ്കിൽ ഈ ലോകവുമായി നാം കണക്ട് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളെ ഉയർത്തുന്നു. നമ്മുടെ കണ്ണ് എന്ത് ചെയ്യുക? കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ അകത്തെ മനുഷ്യൻ ക്രിസ്തുവുമായ ബന്ധത്തിലായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമ ദൈവമക്കളെ, ഹല്ലേലൂയ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങൾ ഹല്ലേലൂയ പുറമേ ഉള്ളത് നമുക്ക് ബലം കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടോ ഹല്ലേലൂയ അധികാരം കൊണ്ടോ ഒക്കെ നമുക്ക് പലതും ചെയ്യാൻ കഴിയുമായിരിക്കും. എന്നാൽ നിങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ഇനി കരയുവാൻ ദൈവം ഇടവരുത്തത്തില്ല. നിങ്ങളുടെ ഹല്ലേലൂയ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം നൽകുവാനിടയാകും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.